സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മംഗളൂരു മസാജ് സെന്റർ ആക്രമണം. ശ്രീരാമസേന സ്ഥാപകൻ പ്രസാദ് അത്താവാർ ഉൾപ്പെടെ 14 പ്രതികളെ ഫെബ്രുവരി 7 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു കോടതി ഉത്തരവായി. മസാജ് പാർലർ കേന്ദ്രീകരിച്ച് അനാശാസ്യം നടക്കുന്നുണ്ടെന്നാരോപിച്ച് വ്യാഴാഴ്ചയാണ് ഒരു സംഘം അതിക്രമം നടത്തിയത്. ചെങ്ങറ പുനരധിവാസത്തിന്റെ ഭാഗമായി കുടുംബങ്ങൾക്ക് കാസർഗോഡ് പെരിയ വില്ലേജിൽ അനുവദിച്ച ഭൂമി പതിച്ചു നൽകാതെ സർക്കാർ. 2010-ൽ 85 കുടുംബങ്ങളാണ് പുനരധിവാസ ഭാഗമായി കാസർഗോഡ് എത്തിയത്. ജില്ലാ പഞ്ചായത്തും ജില്ലാ വ്യവസായ കേന്ദ്രവും സംഘടിപ്പിക്കുന്ന ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഗൽബിലെ ബേക്കൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. CH കുഞ്ഞമ്പു MLA അധ്യക്ഷനായി. കാസർഗോഡ് കോൺഗ്രസ് കമ്മിറ്റി KP കുഞ്ഞിക്കണ്ണൻ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. 3 ശതാബ്ദിക്കൊടുവിൽ ഒരു ജനതയുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് ആദൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ IIT ഉച്ചോളിക്കടവത്ത് ഉന്നക്കാൽ ഭഗവതിമാരുടെ തിരുമുടി ഉയർന്നു. ഒരു നാടിന്റെ തന്നെ ഉത്സവമായി മാറിയ പെരുങ്കളിയാട്ടത്തിനോ സമാപനം. പെരിയ അംബേദ്കർ കോളേജിൽ അംബേദ്കർ ശില്പം 28-ന് അനാച്ഛാദനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാലിക്കടവ് രമ്യ ഫൈൻ ആർട്സ് സൊസൈറ്റി നേതൃത്വത്തിൽ സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവം ജനുവരി 27 മുതൽ 31 വരെ കാലിക്കടവിൽ നടക്കും. വിവിധ ദിവസങ്ങളിലായി 5 നാടകങ്ങൾ അരങ്ങിലെത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ 4ാം സംസ്ഥാന സമ്മേളനം 27-ന് നടക്കും. സമ്മേളനത്തിന് മുന്നോടിയായി കാഞ്ഞങ്ങാട് നഗരത്തിൽ വിളംബര ഘോഷയാത്ര നടന്നു. കാഞ്ഞങ്ങാട് കാണിയൂർ റെയിൽപാതയ്ക്കായി ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലായിരുന്നു ജനകീയ കൂട്ടായ്മ നടന്നത്. വാർത്തകൾ വിശദമായി. മംഗളൂരു മസാജ് സെന്റർ ആക്രമണം. ശ്രീരാമസേന സ്ഥാപകൻ പ്രസാദ് അത്താവാർ ഉൾപ്പെടെ 14 പ്രതികളെ ഫെബ്രുവരി 7 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു കോടതി ഉത്തരവായി. മസാജ് പാർലർ കേന്ദ്രീകരിച്ച് അനാശാസ്യം നടക്കുന്നുണ്ടെന്ന് ആരോപിച്ച് വ്യാഴാഴ്ചയാണ് ഒരു സംഘം അതിക്രമം നടത്തിയത്. പാർലർ അടിച്ചു തകർക്കുകയും ജീവനക്കാരെ കയ്യേറ്റം ചെയ്തുവെന്നാണ് കേസ്. മംഗളൂരു ബാർക്കി പോലീസ് സ്റ്റേഷന് പരിധിയിലുള്ള ബെജായി KSRTC സ്റ്റേഷന് സമീപം പ്രവർത്തിക്കുന്ന കളേസ് യൂണിസെക്സ് സലൂണിന് നേരെ ആക്രമണം. രാംസേന സ്ഥാപകൻ പ്രസാദ് അത്താവാർ ഉൾപ്പെടെ 13 പേരെയും ഒരു മാധ്യമപ്രവർത്തകനെയുമാണ് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. വ്യാഴാഴ്ച രാവിലെ 11:50ഓടെയാണ് സംഭവം. മസാജ് പാർലറിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്നാരോപിച്ചായിരുന്നു ആക്രമണം. വനിതാ ജീവനക്കാരെ അസഭ്യം പറയുകയും പാർലറിലെ ഉപകരണങ്ങൾ നശിപ്പിക്കുകയും ജീവനക്കാരെ ആക്രമിക്കുകയും ചെയ്തുവെന്നാണ് കേസ്. പാർലർ ഉടമ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബാർക്കി പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ 06/2025 പ്രകാരം FIR രജിസ്റ്റർ ചെയ്തു. കാസർഗോഡ് ഉപ്പള സ്വദേശി പുരന്ദര റായ്, പെടമലെ മങ്കി സ്റ്റാൻഡിലെ ശരൺ രാജ്, വൺവാൾ സ്വദേശി ഹർഷിത് എന്ന ഹർഷരാജ്, വാമഞ്ചൂർ അംബേദ്കർ നഗർ സ്വദേശി സച്ചിൻ തുടങ്ങി 14 പേരാണ് അറസ്റ്റിലായത്. ഇതിൽ മാധ്യമപ്രവർത്തകനായ ശരൺ രാജ് 2012-ലെ പബ് ആക്രമണ കേസിലെ പ്രതിയായിരുന്നു. ഈ കേസിൽ 1 വർഷം ജയിലിൽ കഴിഞ്ഞിരുന്നു. 2024 ആഗസ്റ്റിൽ കോടതി ഇയാളെ വെറുതെ വിട്ടു. അന്ന് പബ് ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയത് ശരൺ രാജായിരുന്നു. സംഭവത്തിൽ കൂടുതൽ പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മംഗളൂരു. ചെങ്ങറ പുനരധിവാസത്തിന്റെ ഭാഗമായി കുടുംബങ്ങൾക്ക് കാസർഗോഡ് പെരിയ വില്ലേജിൽ അനുവദിച്ച ഭൂമി പതിച്ചു നൽകാതെ സർക്കാർ. 2010-ൽ 85 കുടുംബങ്ങളാണ് പുനരധിവാസ ഭാഗമായി കാസർഗോഡ് എത്തിയത്. പെരിയ വില്ലേജിലെ നാലക്കരയിൽ ചെങ്ങറ പുനരധിവാസ പാക്കേജിന്റെ ഭാഗമായി 160 ഏക്കർ ഭൂമിയാണ് അനുവദിച്ചത്. ഇവിടെ വാസയോഗ്യമല്ലാത്ത വീടുകൾ നിർമ്മിച്ചു നൽകിയതിനാൽ കുടുംബങ്ങൾ ഭൂരിഭാഗവും സ്ഥിരമായി താമസിക്കാറില്ല. ചെങ്ങറ പുനരധിവാസ പാക്കേജിലെ വ്യവസ്ഥകൾ അട്ടിമറിച്ചതായി 12 വർഷം മുൻപ് താമസത്തിനായി പെരിയ നാലക്കരയിൽ എത്തിയവർ പറഞ്ഞു. പുനരധിവാസത്തിന്റെ ഭാഗമായി സർക്കാർ നിർദ്ദേശപ്രകാരം എത്തിയ 85 കുടുംബങ്ങൾക്കുള്ള ഭൂമിയെങ്കിലും നൽകണമെന്ന് അധികൃതരോട് ആവശ്യപ്പെടുകയാണ്. സ്കാൻ ചെയ്യണമെന്ന് പറയും, എന്നെ എക്സ്ട്രാ എടുക്കണമെന്ന് പറയും. ഞാൻ നോക്കട്ടെ, ഞാൻ ഈ ഒരു പെൻഷൻ കിട്ടുന്നുണ്ട്, ഇതുകൊണ്ട് എന്തോ ഉണ്ടോ, നമുക്ക് അരി വാങ്ങിക്കാനുണ്ടോ, 4 കിലോ റേഷൻ കിട്ടും. ഇതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? അതുകൊണ്ട് ഞാൻ തളർന്നും വീണും എണ്ണിക്കാൻ വയ്യാതെ ഉരുണ്ടും വീണും ഞാനിങ്ങനെ നടക്കാൻ വയ്യാതെ. നാട്ടിൽ പോകാനാണെങ്കിൽ എനിക്ക് ഒരു വണ്ടിയിൽ കയറാൻ ട്രെയിനിൽ കയറാൻ കഴിയത്തില്ല. ഞാൻ തന്നെ കയറാനും എടുക്കാനും ഒക്കെ കഴിയും. അതുകൊണ്ട് ഇവിടെ ചടഞ്ഞിങ്ങനെ കിടക്കുക. അതുകൊണ്ട് പൊന്നു സാറുമാരെ ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾക്ക് അനുവദിച്ച ഭൂമി
ഞങ്ങൾക്ക് അനുവദിച്ച ഭൂമി ഞങ്ങൾക്ക് 85 വീട്ടുകാർക്കും ഒരേപോലെ ഞങ്ങൾക്ക് ഒരിടത്ത് ഞങ്ങളുടെ ഭൂമി തന്നേച്ചാൽ മാത്രം ഞങ്ങൾക്ക് ഈ പാറയും വേണ്ട, കല്ലും വേണ്ട, മണ്ണും വേണ്ട, ഇവിടുത്തെ ഒന്നും വേണ്ട. ഞങ്ങൾക്ക് അത് മാത്രം തന്നേച്ചാൽ മതി. 14 വർഷത്തിനിടെ സർക്കാർ ഞങ്ങളെ വഞ്ചിക്കുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ഭൂമി ഞങ്ങൾ കരം അടയ്ക്കുന്ന ആ രസീതിലെ നമ്പർ അനുസരിച്ച് തണ്ടപ്പേരനുസരിച്ചുള്ള ഭൂമി എവിടെ നിന്ന് കണ്ടെത്തി തരണം. അത് ഒരാൾക്കും 2 പേർക്കും അല്ല, ഞങ്ങൾക്ക് ഈ സ്ഥിര താമസക്കാർ 85 വീട്ടുകാർക്കും ഭൂമി കണ്ടെത്തി തരണം. അതല്ലെങ്കിൽ ഞങ്ങളെ ഇവിടുന്ന് പറഞ്ഞു വിടണം. നിങ്ങൾക്ക് ഭൂമിയില്ല, നിങ്ങൾ നാട്ടിൽ പോകും. എനിക്ക് ഭൂമി ഇത് ഇല്ലെങ്കിൽ എനിക്ക് നാട്ടിൽ പോയാൽ ഭൂമിയില്ല ജീവിക്കാൻ. അതുകൊണ്ട് ഭൂമി കണ്ടെത്തി തരണം, ഇല്ലെങ്കിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യും. ഞാൻ 2012 രൂപ വില്ലേജിൽ കെട്ടിവെച്ചിട്ടാണ് ആദ്യത്തെ പട്ടയം വാങ്ങുന്നത്. കൃഷിക്കായി അനുവദിച്ച സ്ഥലം ചെങ്കൽപ്പാറ ആയതിനാൽ അതും തിരിച്ചടിയായി. വർഷങ്ങൾ പിന്നിട്ടിട്ടും ഭൂമി ലഭിക്കാത്തതിനാൽ 26 കുടുംബങ്ങൾ മാത്രമാണ് പ്രദേശത്ത് സ്ഥിരമായി താമസിച്ചു വരുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ജില്ലാ പഞ്ചായത്തും ജില്ലാ വ്യവസായ കേന്ദ്രവും സംഘടിപ്പിക്കുന്ന ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഗൾബിലെ ബേക്കൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. CH കുഞ്ഞമ്പു MLA അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്തും ജില്ലാ വ്യവസായ കേന്ദ്രവും സംയുക്തമായി ബേക്കലിൽ സംഘടിപ്പിക്കുന്ന ഗൾബിലെ ബേക്കൽ ഹാപ്പിനെസ് ഫെസ്റ്റ് 2025 രജിസ്ട്രേഷൻ പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. പ്രവാസികളുടെ നാട് കൂടിയാണ് നമ്മുടെ കേരളം, പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ല. കാസർഗോഡ് ജില്ലയിൽ നിന്ന് എത്രയോ നമ്മുടെ പ്രവാസികൾ വിദേശ രാജ്യങ്ങളിലെ ജോലിയും അതുപോലെ വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന നിരവധി സംരംഭങ്ങളിൽ പങ്കാളികളാണ്. ഇപ്പോഴാണെങ്കിൽ പ്രവാസികൾക്ക് ഇവിടെ വരാനും അവരുടെ ആശയങ്ങളും പരിപാടികളും കർമ്മപദ്ധതികളും നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു സുരക്ഷിതത്വം നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരുന്നു. ഒരു കാലത്ത് വൻകിട നിക്ഷേപകന്മാർ ഇവിടെ നിക്ഷേപങ്ങൾ പ്രയോജനപ്പെടുത്താൻ ഭയപ്പെടുകയായിരുന്നു. CH കുഞ്ഞമ്പു MLA അധ്യക്ഷനായി. E ചന്ദ്രശേഖരൻ MLA, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ, ചലച്ചിത്ര താരം കൈലാഷ്, പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് M കുമാരൻ, മുൻ MLA KV കുഞ്ഞിരാമൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ CJ സജിത്ത്, ഗോൾഡൻ അബ്ദുൾ റഹ്മാൻ, K സജിത് കുമാർ, PRTC മാനേജിംഗ് ഡയറക്ടർ ഷിജിൻ പറമ്പത്ത്, KK അബ്ദുൾ ലത്തീഫ്, S ശ്യാമലക്ഷ്മി എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ തിളങ്ങിയ പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് M ലക്ഷ്മി, കുണിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജിംഗ് ഡയറക്ടർ TN നിസാർ, രതീഷ് പിലിക്കോട്, ആയിഷ ഫസലുൽ റഹ്മാൻ, ആയിഷത്ത് നിദ എന്നിവരെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P ബേബി ബാലകൃഷ്ണൻ സ്വാഗതവും സബരീഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് കോൺഗ്രസ് കമ്മിറ്റി KP കുഞ്ഞിക്കണ്ണൻ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. പ്രത്യേക പ്രവർത്തക കൺവെൻഷനും നടന്നു. കാഞ്ഞങ്ങാട് കൊവ്വൽപ്പള്ളിയിലായിരുന്നു പരിപാടി നടന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP KP കുഞ്ഞിക്കണ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ജനാധിപത്യ പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെന്നും മറ്റുള്ള വാർത്തകൾ വ്യാജമായ പ്രചാരണങ്ങളാണെന്നും പാർട്ടിയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് വരുത്തി തീർക്കാനാണ് അടിസ്ഥാനമില്ലാത്ത വാർത്തകൾ നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പിലിക്കോടായാലും കോടമ്പേളൂരിലായാലും മഞ്ചേശ്വരത്തായാലും ഓരോ പ്രദേശത്തും CPM-കാരനോട് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ശക്തമായി പോരാടുന്ന നേതാക്കന്മാരുടെ നിരയുള്ള ഈ നിര, ആ നിരയിൽ നമുക്ക് വിശ്വാസം ഉറപ്പിക്കാം. നമുക്ക് ഒത്തൊരുമിച്ച് ഒറ്റ ലക്ഷ്യത്തിലേക്ക് അതിനെ ഉത്തരവാദിത്തമുള്ള നേതാക്കന്മാരെല്ലാവരും മനസ്സുകൊടുക്കണം. ഇനി ഞാൻ ഒരു കാര്യം നേതാക്കന്മാരോട് പറയാണ്, അടിയും പിടി ഉണ്ടാക്കി ആ പഞ്ചായത്ത് കളഞ്ഞു ഈ പഞ്ചായത്ത് കളഞ്ഞു എന്ന് കേട്ടാൽ അക്കൗണ്ടബിലിറ്റി പാർട്ടി ഫിക്സ് ചെയ്യും. നേതാക്കന്മാർ ഉൾപ്പെടുന്ന പഞ്ചായത്തുകളിൽ പാർട്ടി തമ്മിലടിച്ച് പരാജയപ്പെടുന്നുവെന്ന് ഏതെങ്കിലും ഒരു വാർത്ത കേട്ടാൽ ആ നേതാവ് പിന്നെ പാർട്ടിയോട് സമാധാനം പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേക പ്രവർത്തക കൺവെൻഷനിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, DCC പ്രസിഡന്റ് PK ഫൈസൽ, M ലിജു, അബിൻ വർക്കി, മാമുനി വിജയൻ, ഖാദർ മങ്ങാട്, ഗോവിന്ദൻ നായർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 3 ശതാബ്ദിക്കൊടുവിൽ ഒരു ജനതയുടെ കാത്തിരിപ്പിന് വിരാമം അർപ്പിച്ച് ആദൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ IT ഉച്ചോളി കടവത്ത് പുന്നക്കാൽ ഭഗവതിമാരുടെ തിരുമുടി ഉയർന്നു. ഒരു നാടിന്റെ തന്നെ ഉത്സവമായി മാറിയ പെരുങ്കളിയാട്ടത്തിന് നോവോടെ വിട നൽകി ഭക്തർ.
ശ്രീ ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ട മഹോത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ട് IT ഉച്ചൂളിക്കടവത്ത് പുന്നക്കാൽ ഭഗവതിമാരുടെ തിരുമുടി ഉയർന്നു. വ്യാഴാഴ്ച രാത്രി അസുരാളൻ തെയ്യത്തിന്റെ വെള്ളാട്ടമരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. വിവിധ തെയ്യക്കോലങ്ങളുടെ തിടങ്ങലും തുടർന്ന് വിഷ്ണുമൂർത്തി തെയ്യത്തിന്റെ കുളിച്ചേറ്റവും അരങ്ങിലെത്തി സന്നിധിയെ ഭക്തിസാന്ദ്രമാക്കി. IT ഉച്ചൂളിക്കടവത്ത് പുന്നക്കാൽ ഭഗവതിമാരുടെ തോറ്റങ്ങൾ അരങ്ങിൽ നിറഞ്ഞാടി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. തുടർന്ന് അസുരാളൻ തെയ്യം അരങ്ങിലെത്തി. വർഷങ്ങൾക്ക് മുൻപ് നടന്ന കളിയാട്ടത്തിന്റെ ശേഷിപ്പായി പെരുങ്കളിയാട്ടമുറ്റത്തുള്ള കലശപാത്രം സന്നിധിയിലെത്തുന്ന ജനങ്ങളെ അതിശയിപ്പിക്കുന്നതാണ്. 1,00,000-ഓളം ജനങ്ങളാണ് പെരുങ്കളിയാട്ട സന്നിധിയിലെത്തി വിവിധ തെയ്യക്കോലങ്ങൾ വീക്ഷിച്ച് അനുഗ്രഹം തേടുവാനെത്തിയത്. എല്ലാവർക്കും ഭക്ഷണം നൽകുന്നതിനടക്കമുള്ള വിപുലമായ ഒരുക്കങ്ങൾ സംഘാടക സമിതി ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അംബേദ്കർ കോളേജിൽ അംബേദ്കർ ശില്പം 28-ന് അനാച്ഛാദനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഭരണഘടനാ ശില്പി BR അംബേദ്കറുടെ ചിത്രൻ കുഞ്ഞിമംഗലം നിർമ്മിച്ച ശില്പം അനാച്ഛാദനം ജനുവരി 28-ന് രാവിലെ 9 മണിക്ക് പെരിയ അംബേദ്കർ കോളേജിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP നിർവഹിക്കും. ഗ്രാനൈറ്റ് പീഠത്തിൽ വെച്ചാണ് ശില്പം അനാച്ഛാദനം ചെയ്യുന്നത്. NSS യൂണിറ്റ് 67-ന്റെ നേതൃത്വത്തിൽ ഒരുങ്ങുന്ന ശില്പം ഇനി കോളേജിന്റെ പ്രധാന ആകർഷക ഘടകങ്ങളിലൊന്നാകും. ഭരണഘടനാ ഗ്രന്ഥം കയ്യിലേന്തി അനീതിക്കും സാമൂഹിക അസമത്വത്തിനുമെതിരെ വിരൽ ചൂണ്ടുന്ന 9 അടി ഉയരമുള്ള അംബേദ്കർ ശില്പം അദ്ദേഹം മുന്നോട്ടുവെച്ച മൂല്യങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. പ്രസിദ്ധ ശില്പിയായിട്ടുള്ള കുഞ്ഞിമംഗലം നാരായണ മാസ്റ്ററുടെ മകൻ ശ്രീ ചിത്രൻ കുഞ്ഞിമംഗലം രൂപകൽപ്പന ചെയ്ത ഏകദേശം 9 അടി നീളമുള്ള ഉയരമുള്ള ഒരു ശില്പം കോളേജിന് മുന്നിൽ സ്ഥാപിക്കുക. 28-ന് രാവിലെ 10 മണിക്കാണ് നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അതിൻ്റെ ഉദ്ഘാടനം അനാച്ഛാദനം നടത്തുന്നത്. പ്രസ്തുത അവസരത്തിൽ തന്നെ പയ്യന്നൂർ ഗാന്ധി ആശ്രമം, അതായത് നാരായണ ഗുരുവിൻ്റെ ശിഷ്യനായിട്ടുള്ള ആനന്ദതീർത്ഥൻ്റെ ആശ്രമം പയ്യന്നൂർ ഹോസ്പിറ്റലിൻ്റെ തൊട്ടപ്പുറത്തുണ്ട്. അപ്പോൾ അവിടെ പണ്ട് 1934 ജനുവരി 12-ന് ഗാന്ധിജി വന്ന സമയത്ത് അവിടെ ഒരു മാവ് നട്ടിരുന്നു. അപ്പോൾ ഗാന്ധി മാവ് എന്നുള്ള പേരിലുള്ള പ്രസിദ്ധമാണ്. ആ ഗാന്ധി മാവിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത തൈ കൊണ്ടുവന്നിട്ട് കാസർഗോഡ് ജില്ലയിൽ കൊണ്ടുവന്ന് അംബേദ്കർ കോളേജിൽ ആ തൈ നടുകയാണ്. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി ഒട്ടേറെ ശില്പങ്ങൾ നിർമ്മിച്ച് ചിത്രശില്പ കലാരംഗത്ത് സ്വർണ്ണ മെഡലുകൾ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനായ ചിത്രൻ കുഞ്ഞിമംഗലത്തിന്റെ നിർമ്മാണ പാടവം ശില്പത്തെ ശ്രദ്ധേയമാക്കുന്നു. കൂടാതെ ഗാന്ധി പയ്യന്നൂർ ശ്രീനാരായണ ആശ്രമവളപ്പിൽ നട്ട മാവിൻ തൈയുടെ ഗ്രാഫ് ചെയ്ത തൈ 26-ന് പ്രമുഖ സ്വാതന്ത്ര്യസമര സേനാനി PV അപ്പുക്കുട്ടൻ പൊതുവാളിൽ നിന്നും അധ്യാപകരും NSS വോളണ്ടിയർമാരും സ്വീകരിക്കുന്ന ചടങ്ങും നടക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താസമ്മേളനത്തിൽ NSS കോർഡിനേറ്റർ C. ഷിജിത്ത്, അംബേദ്കർ വിദ്യാനികേതൻ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ P. സുനിൽകുമാർ, കോളേജ് IQAC കോർഡിനേറ്റർ P. അഭിഷേക്, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജയചന്ദ്രൻ കിഴോത്ത് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരിടവേള. Break the mold.
Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Viva by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുക. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം കാഞ്ഞങ്ങാട്. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോട്ടപ്പാറ കാഞ്ഞങ്ങാട്. വിദ്യാഭ്യാസ രംഗത്ത് ഉത്തര മലബാറിൽ അത്യുന്നതിയിലേക്ക് കുതിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അഫിലിയേറ്റഡ് ടു കണ്ണൂർ യൂണിവേഴ്സിറ്റി. ആധുനികവും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതുമായ മികച്ച ക്യാമ്പസ്, പരിചയസമ്പന്നരായ അധ്യാപകർ, മികച്ച ലൈബ്രറി, വാഹന സൗകര്യം എന്നിവ ഉറപ്പു നൽകുന്നു. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോട്ടപ്പാറ കാഞ്ഞങ്ങാട്. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547977188 8547349188. വിദഗ്ധ ഡെർമറ്റോളജിസ്റ്റുകളുടെ സേവനവുമായി ചർമ്മ സൗന്ദര്യ സംരക്ഷണത്തിനായുള്ള അതിനൂതന സാങ്കേതിക വിദ്യയോടുകൂടിയ സ്കിൻ, ഹെയർ ആൻഡ് ലേസർ സെന്റർ ഇനി കാഞ്ഞങ്ങാടിന് സ്വന്തം. നിങ്ങളുടെ ചർമ്മം, മുടി, നഖം എന്നിവയെ ബാധിക്കുന്ന എല്ലാത്തരം രോഗങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം. പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, കാഞ്ഞങ്ങാട്. ഹൈഡ്രാ ഫേഷ്യൽ, മെഡിഫേഷ്യൽ, ബോട്ടോക്സ് ഫില്ലർ, ത്രെഡ് ലിപ്സ്, സോറിയാസിസ്, വെള്ളപ്പാണ്ടിനുള്ള ചികിത്സ, മുഖക്കുരുവും കറുത്ത പാടുകളും മാറുന്നതിനുള്ള നൂതന സ്കിൻ പീലുകൾ, ഫേഷ്യൽ റെജുവിനേറ്റർ, മുഖത്തും ദേഹത്തുമുള്ള പാടുകൾക്കുള്ള ചികിത്സ, കാർബൺ പീൽ, ടാറ്റു റിമൂവൽ, മറുക്, അരിമ്പാറ, പാലുണ്ണി എന്നിവയ്ക്കുള്ള ചികിത്സ, ലേസർ ഹെയർ റിഡക്ഷൻ, മുടികൊഴിച്ചിലിനുള്ള ചികിത്സ എന്നിങ്ങനെ എല്ലാത്തരം ചികിത്സാ സൗകര്യവും ലഭ്യമായ കാസർഗോഡ് ജില്ലയിലെ ഏക സ്ഥാപനം പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, നിയർ ഭീമ ജ്വല്ലറി, കാഞ്ഞങ്ങാട്. കോൺടാക്ട് നമ്പർ 9895413028. വാർത്തകൾ തുടരുന്നു. കാളിക്കടവ് രമ്യ ഫൈൻ ആർട്സ് സൊസൈറ്റി നേതൃത്വത്തിൽ സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവം ജനുവരി 27 മുതൽ 31 വരെ കാളിക്കടവിൽ നടക്കും. വിവിധ ദിവസങ്ങളിലായി 5 നാടകങ്ങൾ അരങ്ങിലെത്തുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാളിക്കടവ് രമ്യ ഫൈൻ ആർട്സ് ഓഡിറ്റോറിയത്തിൽ ജനുവരി 27 രാത്രി 7 എം രാജഗോപാലൻ MLA നാടകോത്സവം ഉദ്ഘാടനം ചെയ്യും. ജനുവരി 27 രാത്രി കോഴിക്കോട് രംഗമിത്രയുടെ മഴവില്ല്, 28 വടകര വരദയുടെ അമ്മ മഴക്കാറ്, 29 കൊട്ടാരക്കര ആശ്രയയുടെ കനൽക്കാറ്റ്, 30 കൊല്ലം ആവിഷ്കാരയുടെ സൈക്കിൾ, 31 കൊച്ചിൻ കേളിയുടെ പാട്ടുപെട്ടി എന്നീ നാടകങ്ങളാണ് നാടകോത്സവത്തിൽ അവതരിപ്പിക്കുക. ജനുവരി 27, 28, 29, 30, 31 തീയതികളിൽ കാലിക്കടവിൽ നടക്കും. നാടകോത്സവം
9 വർഷമായി രമ്യ ഫൈനാൻസ് സൊസൈറ്റി നടത്തി വരുന്നതാണ്. ഇതിനു മുമ്പ് ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തി കേരളത്തിലങ്ങോളം അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ് രമ്യ ഫൈനാൻസ് സൊസൈറ്റി. വളരെ ശ്രദ്ധേയമായ പരിപാടികൾ നടത്തിയിട്ടുള്ള രമ്യ ഫൈനാൻസ് സൊസൈറ്റി, പ്രത്യേകിച്ച് അഖിലേന്ത്യാ എക്സിബിഷൻ, കൗമുദി ഫുട്ബോൾ തുടങ്ങിയ പരിപാടികൾ കേരളം ആകെ ശ്രദ്ധിക്കപ്പെട്ട സംഭവങ്ങളാണ്. വളരെ പ്രഗത്ഭരായ രീതിയിൽ കേരളത്തിലെ ഗവർണർ, കേരളത്തിലെ മുഖ്യമന്ത്രിമാരടക്കം പങ്കെടുത്ത ഒട്ടേറെ പരിപാടികൾ രമ്യ ഫൈനാൻസ് സൊസൈറ്റി നടത്തി. ഗ്യാലപ്പോളിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന നാടക സംഘത്തിന് സമ്മാനം നൽകും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ എൻ രവീന്ദ്രൻ, ഫൈൻ ആർട്സ് സെക്രട്ടറി കെ ശ്രീകുമാർ, പ്രസിഡന്റ് എം വി ജനാർദ്ദനൻ, എം കെ രാജശേഖരൻ, കെ പ്രഭാകരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ 4ാം സംസ്ഥാന സമ്മേളനം 27 നടക്കും. സമ്മേളനത്തിനു മുന്നോടിയായി കാഞ്ഞങ്ങാട് നഗരത്തിൽ വിളംബര ഘോഷയാത്ര നടന്നു. കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ 4ാം സംസ്ഥാന സമ്മേളനം ജനുവരി 27 കാഞ്ഞങ്ങാട്ട് വെച്ചാണ് നടക്കുന്നത്. മാണിക്കുത്ത് ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് എബ്രഹാം തങ്കച്ചൻ പതാക ഉയർത്തും. തുറമുഖം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. കെ രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യാതിഥിയായി പങ്കെടുക്കും. MLA-മാരായ ഇ ചന്ദ്രശേഖരൻ, CH കുഞ്ഞമ്പു, M രാജഗോപാലൻ എന്നിവർ സംബന്ധിക്കും. സംസ്ഥാന പ്രസിഡന്റ് എബ്രഹാം തങ്കച്ചൻ അധ്യക്ഷത വഹിക്കും. സമ്മേളനത്തിന് മുന്നോടിയായി വിളംബര ഘോഷയാത്ര നടന്നു. കാഞ്ഞങ്ങാട് നഗരത്തിൽ നടന്ന വിളംബര ഘോഷയാത്രയിൽ വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ കാഞ്ഞങ്ങാട് നഗരത്തിൽ നടന്ന വിളംബര ഘോഷയാത്രയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് കാണിയൂർ റെയിൽപാതയ്ക്കായി ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലായിരുന്നു ജനകീയ കൂട്ടായ്മ നടന്നത്. കാഞ്ഞങ്ങാട് പാണത്തൂർ കാണിയൂർ പാത യാഥാർത്ഥ്യമാക്കാൻ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലായിരുന്നു ജനകീയ കൂട്ടായ്മ നടന്നത്. റെയിൽവേ ചുമതലയുള്ള മന്ത്രി വി അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ ഇന്ന് ഈ കർണാടക ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധികൾ ധാരാളം. ഇപ്പോൾ ബഹുമാനപ്പെട്ട AC സെക്രട്ടറി ഇന്ന് കണ്ണൂരിൽ, ഇന്ന് കാസർഗോഡ്, ഞാനിപ്പോൾ പങ്കെടുക്കുന്ന ചടങ്ങിൽ അദ്ദേഹം എത്തിച്ചു. ഞാനവിടെ ഈ ഒരു സെമിനാറിലാണ് നേരത്തെ പോകുന്നത്. അദ്ദേഹമാണ് കർണാടക സർക്കാർ അടക്കമുള്ള സർക്കാരുകളുടെ ചാർജുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറി. നിങ്ങൾ ആവശ്യപ്പെടുന്നു കേരളവുമായി ഈ പാതയുമായി ബന്ധപ്പെട്ട റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് കർണാടക ഗവൺമെന്റ് തയ്യാറാവണം എന്നുള്ളതാണ് എനിക്കിതിൽ ആവശ്യപ്പെടാനുള്ള ഒരു കാര്യം. എങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. CK ആസിഫ് സ്വാഗതം പറഞ്ഞു. ഇ ചന്ദ്രശേഖരൻ MLA, CH കുഞ്ഞമ്പു MLA, M രാജഗോപാലൻ MLA, NA നെല്ലിക്കുന്ന് MLA, AKM അഷ്റഫ് MLA, ഭഗീരഥി മാരുല്യ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠൻ, പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് M ലക്ഷ്മി, കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത തുടങ്ങി നിരവധി പേർ ജനകീയ കൂട്ടായ്മയിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് സ്വാമി നിത്യാനന്ദ പോളിടെക്നിക് ഗ്രാൻഡ് അലുമിനി മീറ്റ് ഫ്ലാഷ് ബാക്ക് എന്ന പേരിൽ ജനുവരി 26 രാവിലെ 9 മണി മുതൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കും. പോളി ക്യാമ്പസിൽ പ്രത്യേകം സജ്ജമാക്കിയ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടക്കുന്നത്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാഞ്ഞങ്ങാട് സ്വാമി നിത്യാനന്ദ പോളിടെക്നിക് കോളേജിൽ നിന്നും 5.5 പതിറ്റാണ്ടുകളിലായി പഠിച്ചിറങ്ങിയ മുഴുവൻ വിദ്യാർത്ഥികളുടെയും കൂടിച്ചേരലായി ഫ്ലാഷ് ബാക്ക് 2025 എന്ന പേരിൽ ജനുവരി 26 ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ പോളി ക്യാമ്പസിൽ പ്രത്യേകം സജ്ജമാക്കിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കും. ഇവിടെ സ്വാമി നിത്യാനന്ദ പോളിടെക്നിക്കിൻ്റെ ഒരു മഹാസംഗമം, പൂർവ്വ വിദ്യാർത്ഥി സംഗമം നാളെയല്ല മറ്റന്നാൾ നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് ഈ പത്രസമ്മേളനം നടത്തുന്നത്. അപ്പോൾ നമ്മുടെ പോളിടെക്നിക്കിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ലോകത്തിൻ്റെ പല മേഖലകളിലും ഉന്നത നിലകളിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്, സ്വന്തമായിട്ട് സ്ഥാപനങ്ങൾ നടത്തി വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ പല ദേശങ്ങളിൽ നിന്ന്, രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നവരുടെ ഒരു സംഗമമാണ് നമ്മൾ ഫ്ലാഷ് ബാക്ക് എന്ന പേരിൽ നടത്തുന്നത്. അപ്പോൾ
ജനുവരി 26-ാം തീയതി രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ഗ്രാൻഡ് അലുമിനി മീറ്റ്, മെഗാ പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം. ഇതിൽ 1969 സ്വാമി നിത്യാനന്ദ പോളിടെക്നിക് കോളേജിലെ ആദ്യ ബാച്ച് പുറത്തിറങ്ങുന്നത്. ആ 69 മുതൽ 2015 വരെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ഏതാണ്ട് ഇപ്പോൾ രജിസ്ട്രേഷൻ കണക്കനുസരിച്ച് ഒരു 1000 വിദ്യാർത്ഥികൾ നമ്മുടെ രാജ്യത്തിനകത്തും രാജ്യത്ത് പുറത്തു നിന്നും വിവിധ മേഖലകളിൽ സ്ഥാപനങ്ങൾ നടത്തുന്ന വിദ്യാർത്ഥികളടക്കം വലിയ നിലക്കുള്ള ഇൻഡസ്ട്രീസും മറ്റ് സ്ഥാപനങ്ങളൊക്കെ നടത്തുന്ന വിദ്യാർത്ഥികളടക്കം. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം നിർവഹിക്കും. ഇ ചന്ദ്രശേഖരൻ MLA ലോഗോ പ്രകാശനം നിർവഹിക്കും. മുനിസിപ്പൽ ചെയർപേഴ്സൺ KV സുജാത ലോഗോ ഡിസൈൻ സമ്മാനം നിർവഹിക്കും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം നിർവഹിക്കും. ഇ ചന്ദ്രശേഖരൻ MLA ബ്രോഷർ പ്രകാശനം നിർവഹിക്കും. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ലോഗോ പ്രകാശനം നിർവഹിക്കും. K ദിവാകർ ഷെട്ടി ലോഗോ ഡിസൈൻ സമ്മാനം നിർവഹിക്കും. മുഖ്യാതിഥികളായി സീമ KN, J സുരേഷ് എന്നിവർ പങ്കെടുക്കും. M നരസിംഹ ഷേണായി, B നാഗരാജ് ഷെട്ടി, K മോഹനചന്ദ്രൻ നമ്പ്യാർ, വിനോദ് KR, MM നാരായണൻ നമ്പൂതിരി, തേജസ് PC, സെബാസ്റ്റ്യൻ തോമസ്, ഗണേഷ് പെർവ എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സ്വാതി യോഗ ഇൻസ്റ്റിറ്റ്യൂട്ട് യോഗാചാര്യൻ ശ്രീ ശംഭു നമ്പൂതിരിയുടെ 50 വർഷം ആഘോഷ പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി ഏർപ്പെടുത്തിയ സമ്മാന പദ്ധതി ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. സ്വാതി യോഗ ഇൻസ്റ്റിറ്റ്യൂട്ട് യോഗാചാര്യൻ ശ്രീ ശംഭു നമ്പൂതിരിയുടെ 50 വർഷ ആഘോഷ പരിപാടിയുടെ ഭാഗമായി ഏർപ്പെടുത്തിയ സമ്മാന പദ്ധതി ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. ചോദിച്ചു വാങ്ങിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ, കാരണം കുടുംബത്തോടൊപ്പം കുടുംബാംഗങ്ങൾ ഇവിടുത്തെ ശിഷ്യരാണ് എന്ന് പറയാം എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ കോവിഡിന്റെ കാലം, അതിനെ തുടർന്ന് പിന്നെ ഈ ചെയർമാന്റെ യോഗങ്ങൾ ഇതൊക്കെ വന്നപ്പോഴാണ് ഈ യോഗ എന്നുള്ളതിനെ ഒന്ന് ഈ സ്ഥാപനത്തിൽ നിന്ന് മാറ്റി നിർത്തിയത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അന്നും പലർക്കും സൗജന്യമായിട്ട് തന്നെയാണ് മാഷ് ഈ സേവനം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അത് തുടരുന്നു എന്നുള്ളത് മാത്രമാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അതിനുശേഷവും മാഷ് പലപ്പോഴും പറയാറുണ്ട് ഇവിടുത്തെ ഈ പുസ്തകത്തിന് മാത്രം വേണ്ടി ഇവിടെ വരുന്നവരുണ്ടെന്ന്. മാഷ് സ്വകാര്യമായി സംസാരിക്കുമ്പോൾ മാഷ് ഇങ്ങനെ പറയും, മാഷ് പുസ്തകത്തിലെല്ലാം വരച്ചു തരുമല്ലോ, ഓരോ യോഗയുടെയും ഓരോ ആസനത്തിന്റെയും പൊസിഷനൊക്കെ വരച്ച് ആ ബുക്ക് കിട്ടിയിട്ട് പിന്നെ യോഗ പഠിപ്പിക്കാൻ പോകുന്നവരുണ്ട്. ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഐശ്വര്യകുമാരൻ അധ്യക്ഷനായി. അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K സബീഷ് മുഖ്യാതിഥിയായി. PM ഹസൻ ഹാജി ആദ്യ ഫണ്ട് നൽകി. MC പുഷ്പ, K വേണുഗോപാലൻ നമ്പ്യാർ, EV ജയകൃഷ്ണൻ, ശ്യാം പ്രസാദ്, ഷൗക്കത്ത് അലി, C മുഹമ്മദ് കുഞ്ഞി, EV സുധാകരൻ, നന്ദകുമാർ നായർ, U വിജയകുമാർ, TP കുഞ്ഞിക്കണ്ണൻ വെള്ളിക്കോത്തോ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി EV വിജയൻ സ്വാഗതവും M കൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് നഗരസഭ 2025-26 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വികസന സെമിനാർ നടന്നു. കാഞ്ഞങ്ങാട് നഗരസഭയുടെ 2025-26 വാർഷിക പദ്ധതികൾക്ക് രൂപം നൽകുന്നതിനുള്ള വികസന സെമിനാർ നഗരസഭാ ടൗൺ ഹാളിൽ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. അവരുടെ ആരോഗ്യ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, തൊഴിൽ സാഹചര്യങ്ങൾ, ജീവിത നിലവാരമൊക്കെ മെച്ചപ്പെടുത്തുന്ന രൂപത്തിലേക്ക് ഇടപെടാൻ വേണ്ടി ഒരു നഗരസഭ എന്നുള്ള രൂപത്തിൽ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികൾ ഏറ്റെടുക്കുന്നതിലും കാഞ്ഞങ്ങാട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായിട്ടുള്ള നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി ഈ കഴിഞ്ഞ 4 വർഷങ്ങൾക്കുള്ളിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ DP-യാണ്. നഗരസഭാ വൈസ് ചെയർമാൻ ബിൽറ്റക് അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K ലത 2025-26 വർഷത്തേക്കുള്ള കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു.
കില ഫാക്കൽറ്റി അജയൻ പനയാൽ പദ്ധതി മാർഗരേഖ അവലോകനം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഹമ്മദ് അലി പി, കെ വി സരസ്വതി, കെ അനീഷൻ, കെ പ്രഭാവതി, കൗൺസിലർമാരായ കെ കെ ജാഫർ, കെ കെ ബാബു, എൻ അശോക് കുമാർ, കെ വി മായാകുമാരി, സി എച്ച് സുബൈദ, നഗരസഭാ സെക്രട്ടറി ഇൻചാർജ് അമിത ബി, അസിസ്റ്റന്റ് പ്ലാൻ കോർഡിനേറ്റർ രാജേഷ് എ എന്നിവർ സംസാരിച്ചു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യൽ, തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തൽ, പുതുസംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് പ്രോത്സാഹനം നൽകൽ, സമ്പൂർണ്ണ ശുചിത്വ നഗരം, സമഗ്ര പാർപ്പിട പദ്ധതി, ഉറവിട മാലിന്യ ശേഖരണവും ശാസ്ത്രീയമായ സംസ്കരണവും, വിദ്യാലയങ്ങൾക്ക് സോളാർ വൈദ്യുതി തുടങ്ങിയ കാഞ്ഞങ്ങാട് നഗരസഭയുടെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നൂതനമായ പദ്ധതികൾ സെമിനാറിൽ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അമേരിക്കയിലെ ബോസ്റ്റൺ MIT സർവകലാശാലയിൽ നടക്കുന്ന ഡിജിറ്റൽ സമ്മിറ്റിൽ പ്രൊജക്ട് അവതരിപ്പിക്കാൻ തൃക്കരിപ്പൂർ ABS ഗ്ലോബൽ സ്കൂൾ വിദ്യാർത്ഥി സഫ്വാൻ ഷിഹാബുദ്ദീൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം എന്ന വിഷയത്തിൽ ഓൺലൈൻ പ്രൊജക്റ്റിലാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. തൃക്കരിപ്പൂർ ABS ഗ്ലോബൽ സ്കൂൾ വിദ്യാർത്ഥി വെള്ളൂരിലെ S ഷിഹാബുദ്ദീന്റെയും റദിയ അബ്ദുൾ റഹ്മാന്റെയും മകനാണ് 8ാം തരം വിദ്യാർത്ഥിയായ സഫ്വാൻ ഷിഹാബുദ്ദീൻ. ജനുവരി 30 അമേരിക്കയിലെ ബോസ്റ്റൺ MIT സർവകലാശാലയിൽ നടക്കുന്ന ഡിജിറ്റൽ സമ്മിറ്റിൽ പങ്കെടുത്ത് പ്രൊജക്ട് സമർപ്പിക്കും. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം എന്ന വിഷയത്തിൽ നേരത്തെ ഓൺലൈനിൽ സമർപ്പിച്ച പ്രൊജക്റ്റിലാണ് നേരിട്ട് അവതരിപ്പിക്കാനുള്ള ക്ഷണം സഫ്വാൻ ഷിഹാബുദ്ദീന് ലഭിച്ചത്. ഭാവി IT വാഗ്ദാനമായ ഈ കൊച്ചുമിടുക്കൻ ജനുവരി 26 കൊച്ചിയിൽ നിന്ന് അമേരിക്കയിലേക്ക് പറക്കും. ഏറ്റെടുത്ത കാര്യത്തിൽ വിജയം കണ്ടേ സഫ്വാൻ ഷിഹാബുദ്ദീൻ പിന്മാറാറുള്ളൂവെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. അതിലേക്കായി ABS ഗ്ലോബൽ സ്കൂളിലെ സഫ്വാൻ ഷിഹാബുദ്ദീൻ എന്ന 8ാം ക്ലാസ്സിലെ കുട്ടി പങ്കെടുക്കാൻ പോകുന്ന ഏറ്റവും സന്തോഷകരമായ ഒരു മുഹൂർത്തം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രസ് കോൺഫറൻസ് ഇവിടെ വിളിച്ചിരിക്കുന്നത്. അതിലേറെ വടക്കേ മലബാറിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ല ഉൾപ്പെടുന്ന ആയിരക്കണക്കിന് സ്കൂളിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു കുട്ടി അമേരിക്കയിലെ ഡിജിറ്റൽ ഫെസ്റ്റിന് പങ്കെടുക്കാൻ പോകുന്നത്. തികച്ചും സ്കൂളിനും പാരൻസിനും അതുപോലെ തന്നെ സമൂഹത്തിന്റെ നാനാവിധത്തിലുള്ള ആൾക്കാർക്കും ഇതൊരു വലിയ ഒരു പ്രചോദനമായി മാറുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സഫ്വാൻ എന്ന കുട്ടി ഇതിനു മുമ്പ് കേരളത്തിൽ വെച്ച് നടന്ന ഗ്ലോബൽ ഡിജിറ്റൽ ഫെസ്റ്റിൽ പങ്കെടുക്കുകയും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും 3rd പ്രൈസ് നേടുകയും ചെയ്തിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ കെ മനോരമ, CK അർബാസ്, ടി ജുനൈദ, സഫ്വാൻ ഷിഹാബുദ്ദീൻ, റിഹാൻ ഷക്കീർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. നെട്ടണികെ ക്ഷേത്രത്തിലേക്ക് ധർമ്മസ്ഥലയിൽ നിന്ന് ധനസഹായം. ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച അന്നഛത്രത്തിന് ശ്രീക്ഷേത്ര ധർമ്മസ്ഥലയിൽ നിന്ന് അനുവദിച്ച 3 ലക്ഷം രൂപ ജനജാഗൃതി വേദി താലൂക്ക് പ്രസിഡന്റ് അഖിലേഷ് നാഗുമുഖം ക്ഷേത്ര ഭരണസമിതിക്ക് കൈമാറി. കാസർഗോഡ് താലൂക്കിലെ നെട്ടണികെ മഹാദൂഭാര ശ്രീ മഹാലിംഗേശ്വര ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച അന്നഛത്രത്തിന് ശ്രീക്ഷേത്ര ധർമ്മസ്ഥലയിൽ നിന്ന് അനുവദിച്ച 3 ലക്ഷം രൂപ ജനജാഗൃതി വേദി താലൂക്ക് പ്രസിഡന്റ് അഖിലേഷ് നാഗുമുഖം ക്ഷേത്ര ഭരണസമിതിക്ക് കൈമാറി. ഈ അവസരത്തിൽ ഗ്രാമവികസന പദ്ധതി പ്രൊജക്ട് ഓഫീസർ മുകേഷ് ആമുഖ പ്രഭാഷണം നടത്തി. കാറടുക്ക സോൺ ചെയർമാൻ സഞ്ജീവ ഷെട്ടി മൊട്ടേക്കുഞ്ച അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് പത്മനാഭ കുളതപാരെ, ശിവപ്രസാദ്, ചന്ദ്രശേഖര റൈ ബജെ, രാജഗോപാൽ ഭട്ട് ബലേരി, വിശ്വനാഥ് M, ജനജാഗൃതി വേദി അംഗങ്ങളായ ചെന്നിയപ്പ നായക്, ഗംഗാധര മണിയാണി നെട്ടണികെ, വെള്ളൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് മോക്തേസർ AB ഗംഗാധര ബല്ലാൾ, രമേശ് റായ് ദേവരഗുത്ത്, രാമണ്ണ മൂല്യ, പ്രതീക് നിടിയെടുക്ക, ദയാനന്ദ M, കാറടുക്ക സോൺ സൂപ്പർവൈസർ സുരേഷ്, യൂണിയൻ പ്രസിഡന്റ് സതീഷ്, സർവീസ് പ്രതിനിധി ശശികല തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഒരിടവേള. എന്താ ഡോക്ടർ, എനിക്കിന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? ഓ, അതിനെന്താ, ഓഫ് കോഴ്സ്. കാഴ്ചയ്ക്കൊപ്പം കാഴ്ചപ്പാടും മാറുന്നു. ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ.
കൺഗ്രാറ്റുലേഷൻസ് ഫോർ യുവർ ടൈംലി ഗുഡ് സർവീസ്. ഓൾ ഓഫ് യുവർ ഗുഡ് നഴ്സസ്. നിങ്ങളെപ്പോലെ സമർത്ഥരായ നഴ്സുമാരെയാണ് ഈ ഹോസ്പിറ്റലിന് ആവശ്യം. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി മാറ്റിയെടുത്ത് അവരെ സാന്ത്വനിപ്പിക്കാൻ മനസ്സുള്ളവരാണ് നഴ്സുമാർ. നിങ്ങൾ ഓരോരുത്തർക്കും ആ കഴിവ് ഞാൻ കാണുന്നു. നിങ്ങൾ പഠിച്ചത്, നിങ്ങളെ പഠിപ്പിച്ചത് യൂണിറ്റിയാണ്. ഞങ്ങളിപ്പോൾ അഭിമാനിക്കുന്നു, അതിലേറെ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഈ അംഗീകാരം നമ്മുടെ യൂണിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ and most modern operation theatre. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡിവിനിറ്റി. വിതരണ രംഗത്ത് വടക്കേ മലബാറിലെ ഏറ്റവും വലിയ ഷോറൂം മണി ഹോം നീഡ്സ്. വീട്ടമ്മമാരുടെ അഭിരുചിക്കിണങ്ങിയ വീട്ടുപകരണങ്ങളുടെ കലവറ. സ്റ്റീൽ, ഓട്, അലുമിനിയം പാത്രങ്ങൾ, മിക്സി, ഗ്രൈൻഡർ, ഓവൻ, ക്രോക്കറി, നോൺ സ്റ്റിക്. വിദഗ്ധരായ തൊഴിലാളികൾ മെനഞ്ഞെടുത്ത ലക്ഷ്മി വിളക്ക്, ഉരുളി, നിലവിളക്ക്, കിണ്ടി, ക്ഷേത്രങ്ങളിൽ ആവശ്യമായ മണികൾ, പൂജാപാത്രങ്ങൾ, വലിയ വിളക്കുകൾ, കൂടാതെ വ്യാപാരികൾ, ആരാധനാലയങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ, ഡിന്നർ സെറ്റ്, ഹോട്ടലുകൾ എന്നിവയ്ക്ക് ആവശ്യമായ വലിയ അലുമിനിയം പാത്രങ്ങളും ഗ്യാസ് സ്റ്റൗവുകളും ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്ന കാഞ്ഞങ്ങാട്ടെ ഏറ്റവും വലിയ പുതിയ സ്ഥാപനം മണി ഹോം നീഡ്സ്. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്, എന്റെ സ്വന്തം വീട്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. The master brain behind my dream. The magical bond between me and my home. D&G Furniture and Interiors, അതിനാൽ കാഞ്ഞങ്ങാട്. ആരത്? നസീമേ, ഇജ്ജ് കേറിവാ മോളെ. എല്ലാ പാപ്പക്ക് ഇത്രയും ദൂരമില്ലെല്ലാം കാണും. പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിലെ കണ്ണാടയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓ, എന്നെ ചെറുപ്പാക്കുന്നതും നിന്നെ വലുപ്പാക്കുന്നതും ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. നിങ്ങൾക്കും പോയിക്കൂടെ ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിൽ? എന്റെ സെമീറ, ഞാനിത് ഇപ്പൊ തന്നെ പോലായി. നേത്രചികിത്സാ രംഗത്ത് നൂതന സാങ്കേതികതയുമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ 10 വർഷം പൂർത്തിയാക്കുന്നു ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബിഗ് മാൾ, കാഞ്ഞങ്ങാട്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ: ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കോട്ടച്ചേരി. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, പരപ്പ. ഐ ട്രസ്റ്റ് ഒപ്റ്റിക്കൽസ്, മാണിക്കോട്. വാർത്തകൾ തുടരുന്നു. കല്യോട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം 26-ന് നടക്കും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം നിർവഹിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കല്യോട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം 26-ന് രാവിലെ 10:30 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. CH കുഞ്ഞമ്പു MLA അധ്യക്ഷനാവും. പൂർവ്വ വിദ്യാർത്ഥി മഹാസംഗമം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. അടുത്ത വർഷം ജനുവരി 26-ന് സമാപിക്കുന്ന രീതിയിൽ 1 വർഷത്തെ ആഘോഷ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ വരുന്ന 26 ഞായറാഴ്ച ഫെബ്രുവരി 9 രാവിലെ 11 മണിയോടുകൂടി ഇതിൻ്റെ ഉദ്ഘാടന സദസ്സ് ആരംഭിക്കും. അവിടെ തന്നെ ക്ഷേത്രത്തിനടുത്തുള്ള ഒരു പഴയ കുഞ്ഞാറ്റമൂലി എന്നത് തറവാട്ടിലാണ് ഈ സ്കൂൾ ആരംഭിച്ചത്. അതിൻ്റെ ഏകാധ്യാപകനായിരുന്ന PA ചന്തു മാസ്റ്റർ, അദ്ദേഹമാണ് ഇത് ആരംഭിച്ചത്. 70 വർഷമായി പിന്നിട്ടത്. അപ്പോൾ അന്നത്തെ ആദ്യത്തെ അധ്യാപകൻ്റെ ഫോട്ടോ അനാച്ഛാദനം, ഈ സ്കൂളിന് വേണ്ടി പ്രവർത്തിച്ച മുൻ PTA പ്രസിഡന്റുമാരുടെ മരിച്ചുപോയവരുടെ ഫോട്ടോ അനാച്ഛാദനം, കഴിഞ്ഞകാല PTA പ്രസിഡന്റുമാരെ ആദരിക്കൽ,
അതേപോലെ കുഞ്ഞാറ്റം വീട്ടിൽ 54 കാലഘട്ടങ്ങൾ പഠിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്നു. അങ്ങനെ വിവിധ മുഖങ്ങളിലുള്ള സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്കൂളിന് വേണ്ടി സേവനം ചെയ്തവരെയൊക്കെ ആദരിച്ചുകൊണ്ട് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക. പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾ ഏറെയുള്ള സ്കൂളിൽ മതിയായ സൗകര്യങ്ങൾ കുറവാണെന്നും ആഘോഷ കാലയളവിൽ വിവിധ തരത്തിൽ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്താൻ ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും ഇവർ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ഹെഡ്മിസ്ട്രസ് MK ചിത്ര, പൂർവ്വ വിദ്യാർത്ഥി പ്രസിഡന്റ് PM അഗസ്റ്റിൻ, PTA പ്രസിഡന്റ് T പുരുഷോത്തമൻ, സപ്തതി ആഘോഷ കമ്മിറ്റി ചെയർമാൻ MK ബാബുരാജ്, സിജോ കൂട്ടക്കനിക്കാൽ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മടിക്കൈ ഗ്രാമപഞ്ചായത്തും സർക്കാർ മാതൃകാ ഹോമിയോ ഡിസ്പെൻസറി എരിക്കുളവും ST മേഖലയായ പട്ടത്തുമൂല കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് മടിക്കൈ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് സർക്കാർ മാതൃകാ ഹോമിയോ ഡിസ്പെൻസറി എരിക്കുളം 2024-25 വാർഷിക പദ്ധതി ST മേഖല ഹോമിയോ മെഡിക്കൽ ക്യാമ്പും സൗജന്യ രക്തപരിശോധനയും പട്ടത്തുമൂല കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ചു. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ പത്മനാഭൻ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ആരോഗ്യപരമായി മുമ്പോട്ട് കൊണ്ടുവരാൻ വേണ്ടി നമുക്കറിയാം, ST മേഖലയിൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, പലരും രോഗം പിടിച്ച് ആശുപത്രിയിൽ പോവാതെ മടിച്ചു നിൽക്കുന്നവരും, അതുപോലെ തന്നെ ടെസ്റ്റുകളും മറ്റും നടത്താൻ പറഞ്ഞാൽ പോവാൻ പ്രയാസപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അവരുടെയൊക്കെ തന്നെ നിന്നുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിൽ ഇതുപോലുള്ള ക്യാമ്പുകൾ വെക്കുന്ന സമയത്ത് നമുക്ക് നേരത്തെ സൂചിപ്പിച്ചു അല്ലെ, പങ്കാളിത്ത കുറവ്. നമുക്കറിയാം, ഒരു പരിശോധന നടത്തണമെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഇവിടെ വന്ന സ്റ്റാഫിനോട് ചോദിച്ചാൽ അറിയാം, 750 രൂപയൊക്കെ കൊടുത്തൊരു പരിശോധന നടത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന വിഷമങ്ങൾ അറിയാം. അത് ഫ്രീ ആയിട്ടാണ് നമ്മൾ ഇതുപോലുള്ള ക്യാമ്പുകളിൽ പരിശോധിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ആളുകളെ പങ്കെടുപ്പിക്കാൻ ആവശ്യമായ ഒരു സംവിധാനം ഒരുക്കേണ്ടതാണ്. വാർഡ് മെമ്പർ ശൈലജ A അധ്യക്ഷത വഹിച്ചു. 4ാം വാർഡ് മെമ്പർ രതീഷ് D ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. 1ാം വാർഡ് മെമ്പർ A വേലായുധൻ സ്വാഗതവും GST ഇരിക്കുളം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുജീബ് റഹ്മാൻ CH നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് നഗരത്തിന് പുതുപുത്തൻ ഷോപ്പിംഗ് ആവേശം പകർന്നുകൊണ്ട് BNI ബേക്കൽ കാസർഗോഡ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മലയാള മനോരമയുടെ സഹകരണത്തോടെ ആലാമിപ്പള്ളി രാജ് റെസിഡൻസിയിൽ കാഞ്ഞങ്ങാട് ഫെസ്റ്റിന് തുടക്കമായി. കാഞ്ഞങ്ങാട് നഗരത്തിനു പുതുപുത്തൻ ഷോപ്പിംഗ് ആവേശം പകർന്നുകൊണ്ട് BNI ബേക്കൽ കാസർഗോഡ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മലയാള മനോരമയുടെ സഹകരണത്തോടെ അലാമിപ്പള്ളി രാജ് റെസിഡൻസിയിൽ കാഞ്ഞങ്ങാട് ഫെസ്റ്റിന് തുടക്കമായി. നഗരസഭാ അധ്യക്ഷൻ KV സുജാത ഉദ്ഘാടനം നിർവഹിച്ചു. ആദ്യം ഇങ്ങനെയൊന്ന് അനൗൺസ് ചെയ്തപ്പോൾ ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് ഒരു ധാരണയില്ലായിരുന്നു. പിന്നീട് മനോരമയുടെയും BNIയുടെയും പ്രതിനിധികൾ വന്ന് സംസാരിച്ചപ്പോഴാണ് ഒരു ട്രേഡ് ഫെയർ എന്നുള്ളത് കൊണ്ട് എന്താണ് ലക്ഷ്യമിടുന്നത്, എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലായത്. പക്ഷെ ഇവിടെ വന്നിപ്പോൾ കണ്ടപ്പോൾ അതിനും അപ്പുറത്തേക്കാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്നുള്ളത് ഇവിടെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എന്നോട് അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ BNIയുടെ ഈ വർഷത്തെ ഒരു മുദ്രാവാക്യം തന്നെ കൊളാബറേഷനിലൂടെ വ്യാപാരം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വന്നപ്പോൾ എല്ലാ ജില്ലകളിലും, മലപ്പുറത്തിന് ഇപ്പുറത്തുള്ള 4 ജില്ലകളിലും വെച്ച് ഏറ്റവും കൂടുതൽ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാസർഗോഡാണ് എന്നുള്ള ഒരു സന്തോഷവും കൂടി ഇവിടെ അവർ ഷെയർ ചെയ്യുകയുണ്ടായി. BNI ബേക്കൽ ചാപ്റ്റർ പ്രസിഡന്റ് നിതിൻ നാഗരാജ് നായിക് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി തോമസ് K തോമസ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ MA ഷെരീഫ്, ഷിബു ചെമ്പ്ര, മനോരമ കോർഡിനേറ്റിംഗ് എഡിറ്റർ മുഹമ്മദ് അനീസ്, മാർക്കറ്റിംഗ് മാനേജർ PK സജിത്ത് എന്നിവർ സംസാരിച്ചു. ഫെസ്റ്റിനോട് അനുബന്ധിച്ച് നടത്തിയ ബിരിയാണി മേളയിലെ വിജയികൾക്ക് ചെയർപേഴ്സൺ KV സുജാത ടീച്ചർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കാഞ്ഞങ്ങാടിന് ഉത്സവ നാളുകൾ സമ്മാനിച്ചുകൊണ്ട് ജനുവരി 27 വരെ നീണ്ടുനിൽക്കുന്ന ഫെസ്റ്റിൽ പ്രവേശനം സൗജന്യമാണ്. ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 9 മണി വരെയുള്ള കാഞ്ഞങ്ങാട് ഫെസ്റ്റിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. CPIM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭ ടൗൺ ഹാളിലായിരുന്നു വിദ്യാർത്ഥി സംഗമം നടന്നത്. പാടിയും പറഞ്ഞും ആനുകാലിക വിഷയങ്ങളിലേക്കൂന്നിയും വിദ്യാഭ്യാസ കൂട്ടായ്മ സംഘടിപ്പിച്ചു. CPM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ വിദ്യാഭ്യാസ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. 80കളിലും 90കളിലും ക്യാമ്പസുകളിൽ നിറഞ്ഞൊഴുകിയ സിനിമാ ഗാനങ്ങൾ ആലപിച്ചായിരുന്നു കൂട്ടായ്മയുടെ തുടക്കം. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് SFI യൂണിയന് കീഴിലുള്ള കലാമി ഗ്രൂപ്പ് ആണ്
ഗാനാലാപനം നടത്തിയത്. മഞ്ജുഷ, വൃന്ദാരാജൻ, സൗഹൃദ, PV വൃന്ദ, ശ്രീഹരി, ജസ്ന, അനുഗ്രഹ, കൃഷ്ണജ, നിരൂപം സായി, ഭവ്യ എന്നിവരാണ് പാടിയത്. സമാന രാഗത്തിലുള്ള മലയാള പാട്ടുകളെ കോർത്തിണക്കിയുള്ള ആലാപന അവതരണവും ശ്രദ്ധേയമായി. SFI അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് നിതീഷ് നാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു സമൂഹത്തിന്റെ സ്വഭാവം എങ്ങനെയാണോ, ഒരു രാജ്യത്തിന്റെ ഘടന എങ്ങനെയാണോ, അതിനനുസരിച്ച് ജീവിക്കുന്നവരാണ് വിദ്യാർത്ഥികൾ എന്നതാണ് നമുക്ക് പറ്റും. ഉദാഹരണത്തിന് നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ ബ്രിട്ടീഷുകാരുടെ കാലത്തെ വിദ്യാഭ്യാസ നയത്തെ കുറിച്ച് പഠിക്കാറുണ്ട്. കൊളോണിയൽ വിദ്യാഭ്യാസ നയം എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. മെക്കാളയുടെ മിനിറ്റ്സ് 1835 മെക്കാളയുടെ മിനിറ്റ്സിനെ കുറിച്ച് പഠിക്കുന്ന ആളുകളാണ് നമ്മൾ. അതിലാണ് എന്താണ് ബ്രിട്ടീഷ് വിദ്യാഭ്യാസ നയത്തിന്റെ ലക്ഷ്യം എന്ന് വളരെ കൃത്യമായി എഴുതി വെച്ചിട്ടുള്ളത്. SFI ജില്ലാ പ്രസിഡന്റ് ഋഷിത C പവിത്രൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് K അനുശ്രീ, സംഘാടക സമിതി ചെയർമാൻ VV രമേശൻ, ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് K രാജ്മോഹൻ, SFI ജില്ലാ സെക്രട്ടറി K പ്രണവ്, പ്രവിശ പ്രമോദ്, വിപിൻ രാജ് പായം, സരീന സലാം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ശ്രീ മഞ്ഞോട്ട് ദേവാലയത്തിലെ കലശാട്ട് ദിന കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കം. ദീപവും തിരിയും എഴുന്നള്ളത്ത് നടന്നു. കാഞ്ഞങ്ങാട് ശ്രീ മഞ്ഞോട്ട് ദേവാലയം കലശാട്ട് ദിന കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. മഹോത്സവത്തിന്റെ ഭാഗമായി ദീപവും തിരിയും എഴുന്നള്ളത്തിൽ ചടങ്ങ് നടന്നു. ദീപവും തിരിയും എഴുന്നള്ളത്തിൽ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുവാനായി നൂറുകണക്കിന് ആളുകളാണ് ക്ഷേത്രസന്നിധിയിലെത്തിയത്. മേക്കാട്ടില്ലത്തു നിന്നുമാണ് ദീപവും തിരിയും എഴുന്നള്ളിക്കൽ ചടങ്ങ് നടന്നത്. 26-ന് പൂമാരുതൻ ദൈവം, ചിറളത്ത് ഭഗവതി, ശ്രീ മഞ്ഞോട്ട് ചാമുണ്ടി, പാടാർകുളങ്ങര ഭഗവതി, വിഷ്ണുമൂർത്തി തെയ്യങ്ങൾ അരങ്ങിലെത്തും. 27-ന് പുതിയ ഭഗവതി, പൂമാരുതൻ ദൈവം, ചിറളത്ത് ഭഗവതി, മഞ്ഞോട്ട് ചാമുണ്ടി, പാടാർകുളങ്ങര ഭഗവതി, വിഷ്ണുമൂർത്തി എന്നീ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തും. ജനുവരി 28-ന് പൂമാരുതൻ ദൈവം, ചിറളത്ത് ഭഗവതി, മഞ്ഞോട്ട് ചാമുണ്ടി, പാടാർകുളങ്ങര ഭഗവതി, ഗുളികൻ എന്നീ ദൈവങ്ങൾ അരങ്ങിലെത്തും. 28-ന് വൈകുന്നേരം 3 മണിക്ക് 14 ലോകങ്ങൾക്കും അധിപനായ വൈകുണ്ഠനാഥൻ ശ്രീ വിഷ്ണുമൂർത്തിയുടെ പുറപ്പാടും നടക്കും. തുടർന്ന് തേങ്ങയേറിയൽ ചടങ്ങും നടക്കും. രാത്രി 10 മണിക്ക് നടക്കുന്ന വിളക്കരി ചടങ്ങോടുകൂടി ഉത്സവത്തിന് സമാപനമാവും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മംഗളൂരു മസാജ് സെന്റർ ആക്രമണം. ശ്രീരാമസേന സ്ഥാപകൻ പ്രസാദ് അത്താവാർ ഉൾപ്പെടെ 14 പ്രതികളെ ഫെബ്രുവരി 7 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. കോടതി ഉത്തരവായി. മസാജ് പാർലർ കേന്ദ്രീകരിച്ച് അനാശാസ്യം നടക്കുന്നുണ്ടെന്നാരോപിച്ച് വ്യാഴാഴ്ചയാണ് ഒരു സംഘം അതിക്രമം നടത്തിയത്. ചെങ്ങറ പുനരധിവാസത്തിന്റെ ഭാഗമായി കുടുംബങ്ങൾക്ക് കാസർഗോഡ് പെരിയ വില്ലേജിൽ അനുവദിച്ച ഭൂമി പതിച്ചു നൽകാതെ സർക്കാർ. 2010-ൽ 85 കുടുംബങ്ങളാണ് പുനരധിവാസ ഭാഗമായി കാസർഗോഡ് എത്തിയത്. ജില്ലാ പഞ്ചായത്തും ജില്ലാ വ്യവസായ കേന്ദ്രവും സംഘടിപ്പിക്കുന്ന ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഗൽബിലെ ബേക്കൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. CH കുഞ്ഞമ്പു MLA അധ്യക്ഷനായി. കാസർഗോഡ് കോൺഗ്രസ് കമ്മിറ്റി KP കുഞ്ഞിക്കണ്ണൻ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. 3 ശതാബ്ദിക്കൊടുവിൽ ഒരു ജനതയുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് ആദൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ IT ഉച്ചോളിക്കടവത്ത് പുന്നക്കാൽ ഭഗവതിമാരുടെ തിരുമുടി ഉയർന്നു. ഒരു നാടിന്റെ തന്നെ ഉത്സവമായി മാറിയ പെരുങ്കളിയാട്ടത്തിന് സമാപനം. പെരിയ അംബേദ്കർ കോളേജിൽ അംബേദ്കർ ശില്പം 28-ന് അനാച്ഛാദനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാലിക്കടവ് രമ്യ ഫൈൻ ആർട്സ് സൊസൈറ്റി നേതൃത്വത്തിൽ സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവം ജനുവരി 27 മുതൽ 31 വരെ കാലിക്കടവിൽ നടക്കും. വിവിധ ദിവസങ്ങളിലായി 5 നാടകങ്ങൾ അരങ്ങിലെത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ 4ാം സംസ്ഥാന സമ്മേളനം 27-ന് നടക്കും. സമ്മേളനത്തിന് മുന്നോടിയായി കാഞ്ഞങ്ങാട് നഗരത്തിൽ വിളംബര ഘോഷയാത്ര നടന്നു. കാഞ്ഞങ്ങാട് കാണിയൂർ റെയിൽപാതയ്ക്കായി ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലായിരുന്നു ജനകീയ കൂട്ടായ്മ നടന്നത്.
വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.